നിലവിൽ ബാസ ലെഫ്റ്റ് സോൺ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചില താരങ്ങളെ ബാസ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വരുന്ന പ്ലെയേഴ്സാണ് ഈ പറയുന്ന റാഷ്ഫോർഡ്, ലുക്മാൻ അതേപോലെ തന്നെ ഈ ലൂയിസ് ഡിയാസ്. അതേസമയത്ത് ഹാൻസ് ഫ്ലിക്ക് ആണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന പ്ലെയർ എന്ന് പറയുന്നത് ഇവാൻ പെരിസിച്ച് ആണ്. പിന്നെ അതേപോലെ തന്നെ നീക്കോ വില്യംസ് അദ്ദേഹത്തെ തന്നെ ബാസിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓഫർ ചെയ്തതുകൊണ്ട് ഡെക്കോ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ ചേഞ്ചസ് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ സമ്മറിൽ ബാസി ഒരു താരത്തെ വളരെയധികം ഇൻട്രസ്റ്റ് കാണിച്ചു. പക്ഷെ പ്ലെയറാണ് ലാസ്റ്റ് നിമിഷം പിന്മാറിയത്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്ലെയറെ തന്നെ ഓഫർ ചെയ്തതുകൊണ്ട് ഡിസിഷനിൽ ചിലപ്പോൾ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ ഉള്ള സിനാരിയോ എടുത്തു നോക്കുകയാണെങ്കിൽ ഡെക്കോയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലൂയിസ് ഡിയാസ് ആണ്. കാരണം പ്ലെയറിന് ബാസയോട് വളരെയധികം ഇഷ്ടമുണ്ട്. ബാസ മൂവിനാണ് പ്ലെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊക്കെ കൊണ്ട് മറ്റുള്ള ഓഫേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് പ്ലെയർ കൊടുക്കുന്നില്ല. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂൾ അവർ വലിയൊരു എമൗണ്ടാണ് ചോദിക്കുന്നത്. അതായത് 70 ടു 80, 85 മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു എമൗണ്ടാണ് ചോദിക്കുന്നത്. അത് ബാസക്ക് അഫോർഡബിൾ അല്ല. ബാസ മാക്സിമം പോയി കഴിഞ്ഞാൽ 50 ടു 60 മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്യാൻ റെഡിയാവും എന്നൊക്കെയാണ് ചില റിപ്പോർട്ട്സ് പറയുന്നത്. പക്ഷേ അത് റോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. കാരണം പ്ലെയറിന് ഓൾറെഡി 28, 29 വയസ്സുണ്ട്. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ പേരിൽ നമ്മൾ അത്രയും വലിയൊരു പണം സ്പെൻഡ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഒരു താരത്തെ സെല് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിന് സെല് ചെയ്യാൻ പറ്റത്തില്ല. റീസെയിൽ വാല്യൂ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഈ ഒരു പ്ലെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. പ്ലെയർ ചിലപ്പോൾ നമ്മുടെ ഹാൻഡ്സ് ഫ്ലിക്കിന് അണ്ടറിൽ കിടലനായിട്ട് പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷേ പ്ലെയർ ഈ ഒരു 60 ടു 80 മില്യൺ യൂറോസിൻ്റെ പ്രൈസ് റേഞ്ചിൽ വർത്ത് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. അത്ര വലിയൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഡെക്കോ മാക്സിമം ട്രൈ ചെയ്യുന്നത് ലൂയിസ് ഡിയാസ് ഡീലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റാഷ്ഫോർഡ് ഡീലിനായിരിക്കും. അപ്പോൾ റാഷ്ഫോർഡിൻ്റെ സിനാറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ്ഫോർഡിന് ബാസ മതി. ബാക്കിയുള്ള എല്ലാ ഓഫേഴ്സും പ്ലെയർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാസ മൂവ് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനെ വരെ ചേഞ്ച് ചെയ്തത്. നമ്മുടെ ലെവൻഡോസ്കിയുടെ ഏജൻ്റ് ആയിട്ടുള്ള പിൻസാവിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിൻസാവിയായിട്ട് നമ്മുടെ ലപ്പോർട്ടോ ബോർഡൊക്കെ അത്യാവശ്യം നല്ല ടേംസാണ്. അപ്പോൾ റാഷ്ഫോർഡിനെ പരിഗണിക്കാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ റാഷ്ഫോർഡിൻ്റെ സിനാറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു താരത്തെ പെർമനൻ്റ് ആയിട്ട് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 44 മില്യൺ യൂറോസാണ്. അതിന് ബാസക്ക് തീരെ താല്പര്യമില്ല. അതായത് പ്രൈസും കുറക്കണം, അതുമാത്രമല്ല ലോൺ ഡീൽ ആദ്യം നടക്കണം എന്ന രീതിയിലാണ് ബാസയുടെ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ ബാസക്ക് ലോൺ പ്ലസ് ബൈ എന്ന രീതിയിൽ, അതും മാൻഡേറ്ററി ആവാനും പാടില്ല. അങ്ങനെയാണ് ബാസയുടെ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ യുണൈറ്റഡിന് അതിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവർ പറയുന്നത് ഏകദേശം 44 മില്യൺ യൂറോസ് തന്നാൽ മാത്രമേ ഈ ഒരു ഡീൽ പോസിബിൾ ആവത്തുള്ളൂ എന്ന രീതിയിലാണ്. അപ്പോൾ ബാസയാണെങ്കിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അതായത് യുണൈറ്റഡ് അവരുടെ ഓഫറിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്. കാരണം യുണൈറ്റഡ് ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ചിലപ്പോൾ അവരുടെ ഓഫേഴ്സിൽ വേരിയേഷൻ വരുത്താനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുമാത്രമല്ല റാഷ്ഫോർഡ് ബാസ മതി എന്നൊരു തോട്ട് പ്രോസസ്സിലായതുകൊണ്ട് യുണൈറ്റഡ് പ്ലെയറിനെ കണക്കായിട്ട് നീങ്ങാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ബാസ ഈ ഒരു താരത്തെ ലോൺ ഡീൽ വഴി കൊണ്ടുവന്നിട്ട് പ്ലെയറിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണെങ്കിൽ മാത്രമേ പെർമനൻ്റ് ആയിട്ട് സൈൻ ചെയ്യത്തുള്ളൂ. ഇനി സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചീപ്പ് റേറ്റ്, അതായത് ഒരു 20 ടു 30 മില്യൺ യൂറോസിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡീൽ നടത്താൻ ബാസ താല്പര്യം കാണിക്കത്തുള്ളൂ. വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ അത്ര വലിയൊരു താല്പര്യം കാണിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് റാഷ്ഫോർഡിൻ്റെ സിനാറിയോ ഉള്ളത്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ലുക്മാനാണ്. അറ്റ്ലാന്റയുടെ പ്ലെയറാണ് താരം. കിടിലനായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ നിലവിലുള്ള മാർക്കറ്റ് വാല്യൂ 50 ടു 60 മില്യൺ യൂറോസിൻ്റെ പ്രൈസ് റേഞ്ചിലാണ് ഉള്ളത്. പക്ഷേ നമുക്ക് ഏകദേശം 30 മില്യൺ യൂറോസിന് ലഭിക്കുമെന്നൊക്കെയാണ് കാറ്റലോണിയ റേഡിയോ ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡീലിന് പിന്നാലെ ബാസ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ലൂയിസ് ഡിയാസ് ഡീൽ നടന്നിട്ടില്ലെങ്കിൽ റാഷ്ഫോർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ലുക്മാൻഡി, ഈ ഒരു ഡീലിന് പിന്നാലെ ബാസ പോകാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവാൻ പെരിസിച്ച് ആണ്. ഇപ്പോൾ ഇവാൻ പെരിസിച്ച് നിലവിൽ PSVയുടെ പ്ലെയറാണ്. പ്ലെയറിന് ഈ പറയുന്ന PSV ആയിട്ട് ഈ വരുന്ന ജൂൺ 30-ാം തീയതി വരെ കോൺട്രാക്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പ്ലെയർ ഫ്രീ ഏജൻ്റ് ആവും. അപ്പോൾ PSV ആണെങ്കിൽ പ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് പറയുന്നത് നടത്താൻ റെഡി ആവുന്നുണ്ട്. 2 വർഷത്തെ കോൺട്രാക്റ്റ് പ്ലെയർ നൽകിയതാണ്. അപ്പോൾ അതിന് പ്ലെയർ വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പകരം ബാസ മൂവിനാണ് പ്ലെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വേജ് കട്ട് വരെ നടത്തിയിട്ട് ബാസിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പ്ലെയർ ഉള്ളത്. അപ്പോൾ ഹാൻസ് ഫ്ലിക്ക് ആണെങ്കിൽ ഈ ഒരു ഡീലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് ചില റൂമേഴ്സ് പറയുന്നത്. അതുമാത്രമല്ല ഈ ഒരു താരം ഹാൻസ് ഫ്ലിക്കിൻ്റെ അണ്ടറിൽ പെർഫോം ചെയ്തൊരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ടീമിനെ സഹായിക്കുമെന്നാണ് ഹാൻസ് ഫ്ലിക്കിൻ്റെ ടേക്ക്. ഇപ്പോൾ പ്ലെയറുടെ മെയിൻ എയിം എന്ന് പറയുന്നത് 2026 വേൾഡ് കപ്പിൽ
പങ്കെടുക്കുക. അതിന് പറ്റിയ വഴി എന്ന് പറയുന്നത് ബാസ് മൂവാണ്. ഇപ്പോൾ പ്ലെയർ അതിനാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹാൻസ് ഫ്ലിക്ക് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്ലെയറിൻ്റെ പ്രായമാണ്. പ്ലെയർ 36 വയസ്സുണ്ട്. ഇപ്പോൾ പ്ലെയറിൻ്റെ പെർഫോമൻസ് ബാസിലാവുന്നതായിരുന്നു എങ്ങനെ ഉണ്ടാവുക എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു സീസണിൽ ഈ ഒരു PSVക്ക് വേണ്ടിയിട്ട് പ്ലെയർ ഏകദേശം 35 മാച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ 16 ഗോളും 11 അസിസ്റ്റാണ് പ്ലെയർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു താരം സൂപ്പർ സബ് എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് 11 റോളിൽ പ്ലെയർ ലഭിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും ഹാൻസ് ഫ്ലിക്ക് ഈ ഒരു പ്ലെയറെ സജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ബാസ് അത് അപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ളൊരു ഓപ്ഷനാണ് നീക്കോ വില്യംസ്. നീക്കോ വില്യംസിൻ്റെ സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ബാസിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ പ്ലെയറിൻ്റെ ഏജൻറ്റിന് ഈ ഒരു മൂവിനോട് വലിയ താല്പര്യമില്ല. അതുമാത്രമല്ല ഈ പറയുന്ന നീക്കോ വില്യംസ് ബാസിലേക്ക് വരണമെങ്കിൽ ബാസ് ഏതെങ്കിലും താരത്തെ സെല് ചെയ്യണം. അത്യാവശ്യം വലിയൊരു എമൗണ്ടിന് തന്നെ സെല് ചെയ്യണം. ചീപ്പ് റേറ്റിൽ സെല് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ മിനിമം ഒരു 80-85 മില്യൺ യൂറോസിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ ഏതെങ്കിലും ഒരു ബാർസ താരത്തെ ബാസ് സെല് ചെയ്യണം. എന്നാൽ മാത്രമേ നീക്കോ വില്യംസ് ഡീലൊക്കെ ബാസ്ക്ക് പുള്ള് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാസ ആണെങ്കിൽ ഈ ഒരു അത്ലറ്റിക് ബിൽബോ ആയിട്ട് അത്ര നല്ല ഡൗൺസിലൊന്നുമല്ല. കാരണം നെഗ്രേറ ഇഷ്യൂവിനും അതേപോലെ തന്നെ പാവിക്കർ ഡാനിയൽമ രജിസ്ട്രേഷൻ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഈ ഒരു അത്ലറ്റിക് ബിൽബാവോ ബാസയ്ക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ബാസ ഈ ഒരു ബിൽബാവോ ആയിട്ട് അത്ര നല്ല ടേംസിലല്ല. അതുകൊണ്ട് നെഗോസിയേഷൻ നടത്തിയിട്ട് ഈ ഒരു ഡീൽ നടത്താനൊന്നും ബാസയെ കൊണ്ട് സാധിക്കത്തുമില്ല. അതുമാത്രമല്ല ഈ ഒരു റിലീസ് ക്ലോസ് ഇൻസ്റ്റാൾമെൻറ്റ് ഡീൽ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് നടക്കത്തില്ല. അപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് പോയിട്ട് ആ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്താൽ മാത്രമേ ആ ഒരു ഡീൽ ബാസക്ക് പുള്ള് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് സിനാറിയോ ഉള്ളത്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡീലാണ്, ഈസി അല്ല. അപ്പോൾ ഭാവിയിൽ ഈ ഒരു ഡീൽ നടന്നിട്ടില്ലെങ്കിലും ബാസ ബോർഡിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം പ്ലെയറിൻ്റെ ഏജൻറ്റും അതുമാത്രമല്ല പ്ലെയറിൻ്റെ ക്ലബ്ബും ബാസ ഡീലിന് വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. പ്ലെയർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഏജൻറ്റൊന്നും അത്ര താല്പര്യം കാണിക്കുന്നില്ല. അതുമാത്രമല്ല ബയാണൊക്കെ വലിയ വലിയ ഓഫേഴ്സ് എന്തായാലും മുന്നോട്ട് വെക്കും. ബാസക്ക് അത്ര വലിയൊരു ഓഫേഴ്സ് കാര്യങ്ങളും മുന്നോട്ട് വെക്കാനും പറ്റത്തില്ല. പിന്നെ ബാസയുടെ കയ്യിൽ അത്ര വലിയ ഫണ്ടും ഇല്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ജോൺ കാർസ് ഡീലിൻ്റെ ഫണ്ട് കണ്ടെത്തിയത്. പക്ഷെ അതേപോലെ അല്ല നീക്കോ വില്യംസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ചില താരങ്ങളുടെ എക്സിറ്റ് അത്യാവശ്യം വലിയൊരു എമൗണ്ടിന് സെല് ചെയ്താൽ മാത്രമേ ഈ ഒരു നീക്കോ വില്യംസിൻ്റെ ഫണ്ടൊക്കെ ബാസക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ലെവലിലുള്ള സിനാരിയോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഡീൽ നടക്കുകയോ ഇല്ലയോ എന്ന്. അപ്പോൾ നിലവിലുള്ള സിനാരിയോയിൽ ഞാൻ ഫേവറേറ്റ്സ് ആയിട്ട് കാണുന്നത് റാഷ്ഫോർഡും ഇവാൻ പെരിസിച്ചാണ്. പിന്നെ ചിലപ്പോൾ ഈ പറയുന്ന ലുക്മാനും. ഇതാണ് ഞാൻ നിലവിൽ ഫേവറേറ്റ്സ് ആയിട്ട് കാണുന്നത്. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ച് നീക്കോ വില്യംസ് വരുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടന്റ് അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.